സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള PYQ ഡിസ്കഷൻ സീരീസ് ആണ് നമ്മുടെ ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. IFRS 13 deals with joint arrangement, B. fair value measurement, C. financial instruments, D. operating segments. ആൻസർ ഏതാ വരുന്നത്? IFRS 13 ഫെയർ വാല്യൂ മെഷർമെൻ്റ് ആണ് വരുന്നത് കേട്ടോ. IFRS 13. ഇനി ഇതിൽ തന്നിട്ടുള്ള ജോയിൻ്റ് അറേഞ്ച്മെൻറ്റ്സ് വരുന്നത് IFRS 11 ആണ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് IFRS 9 ആണ്. ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ് വരുന്നത് IFRS 8 ആണ്. ഓക്കെ, അപ്പോൾ അതിനോടൊപ്പം തന്നെ ആ ഓപ്ഷൻസ് വരുന്നതും കൂടി പഠിക്കാം. ഓക്കെ, ഐഡൻറ്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. internal reconstruction no company is liquidated. നമ്മളോട് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇന്റേണൽ റീകൺസ്ട്രക്ഷനിൽ ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അത് ട്രൂ ആണോ? ട്രൂ ആണ് അല്ലേ. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഇൻ അബ്സോർപ്ഷൻ വൺ കമ്പനി ഈസ് ലിക്വിഡേറ്റഡ്. അബ്സോർപ്ഷനിൽ ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. എന്താണ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ? അബ്സോർപ്ഷനിൽ വൺ എക്സിസ്റ്റിംഗ് കമ്പനി ടേക്ക് ഓവർ അനദർ കമ്പനി. ഒരു എക്സിസ്റ്റിംഗ് കമ്പനി എന്ത് ചെയ്യാണ്? മറ്റൊരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഒരു കമ്പനി അവിടെ ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും അവിടെ കറക്റ്റ് ആണ് അല്ലേ. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഇൻ അമാൽഗമേഷൻ അറ്റ്ലീസ്റ്റ് 2 കമ്പനീസ് ആർ ലിക്വിഡേറ്റഡ്. അമാൽഗമേഷനിൽ അറ്റ്ലീസ്റ്റ് 2 കമ്പനീസ് ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. എന്താണ് അമാൽഗമേഷൻ? ഇൻ അമാൽഗമേഷൻ 2 or more company go into liquidation and a new company is formed. അതാണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റും അവിടെ കറക്റ്റ് ആണ് അല്ലേ. അപ്പോൾ 17th ക്വസ്റ്റ്യനിൽ D ആണ് റൈറ്റ് ആൻസർ. D ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. GAAP is developed by IASB. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ IASB എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എന്താണ്? റൈറ്റ് ആണോ എന്നാണ്, ട്രൂ ആണോ എന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. IASB ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് IFRS ആണ്. IFRS എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യം തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ അതായിരുന്നു. IFRS എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. IASB ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് IFRS ആണ്. ഓക്കെ, ഇനി ഇന്ത്യൻ ഗ്യാപ്പ് ഈസ് അഡോപ്റ്റഡ് ബൈ ഇന്ത്യൻ കമ്പനീസ് ഓൺലി. അത് കറക്റ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഇനി തേർഡ് നമുക്ക് നോക്കാം. ആസ് പെർ ദ ഇന്ത്യൻ ഗ്യാപ്പ് ദ കമ്പനി ഷുഡ് പ്രിപ്പയർ ഇൻഡിവിജ്വൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ആസ് പെർ ഇന്ത്യൻ ഗ്യാപ്പിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും കറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ 2 and 3 റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. ഹൈറാർക്കി ഓഫ് നീഡ് തിയറി, B തിയറി ഓഫ് എക്സ് ആൻഡ് വൈ തിയറി, ഇനി C മോട്ടിവേഷൻ ഹൈജീൻ തിയറി. ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹൈറാർക്കി നീഡ് തിയറി ഏതാണ്? അബ്രഹാം മാസ്ലോ ആണ് കറക്റ്റ് അല്ലേ. തിയറി എക്സ് ആൻഡ് വൈ ആരാണ് ഡെവലപ്പ് ചെയ്തത്? ഡഗ്ലസ് മാക്ഗ്രിഗർ. ഇനി ഹൈജീൻ തിയറി, മോട്ടിവേഷൻ ഹൈജീൻ തിയറി ഹെർസ്ബർഗ് ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ വാസ് ദ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ആർക്കിടെക്റ്റ് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ബി മഹാത്മാഗാന്ധി, സി മൻമോഹൻ സിംഗ്, ഡി മഹലാനോബിസ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ടാക്സ് റിഫോംസ് കൺസേൺഡ് വിത്ത് റിഫോംസ് ഇൻ ഗവൺമെൻറ്റ്സ് ടാക്സേഷൻ ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ പോളിസീസ് ആർ നോൺ ആസ് എ ഡയറക്റ്റ് ടാക്സ്, ബി ഇൻഡയറക്റ്റ് ടാക്സ്, സി ഫിസ്ക്കൽ പോളിസി, ഡി കോർപ്പറേഷൻ. ഏതാ വരിക? അതായത് ഗവൺമെൻറ്റിൻ്റെ ടാക്സേഷൻ ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പോളിസി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് പോളിസിയാണ്? ഫിസ്ക്കൽ പോളിസിയാണ് അല്ലേ. അപ്പോൾ റൈറ്റ് ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഡെലിബറേറ്റ് sale part of the capital stock of a company to raise resources and change the equity and or management structure of a company.
ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ്? ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്റ്റോക്ക്, അതായത് ഒരു കമ്പനിയുടെ ഷെയർ എന്താണ്, ഷെയറിൻ്റെ ഒരു പാർട്ട് വിൽക്കുകയും എന്തിനു വേണ്ടിയിട്ട്, ടു റൈസ് ഫണ്ട്സ് അല്ലേ, ടു റൈസ് റിസോഴ്സസ് ആൻഡ് ചേഞ്ച് ദ ഇക്വിറ്റി ആൻഡ് ഓർ മാനേജ്മെൻറ്റ് സ്ട്രക്ചർ. ആ കമ്പനിയിലെ മാനേജ്മെൻറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ അതിലെ ഇക്വിറ്റി സ്ട്രക്ചർ ചേഞ്ച് ചെയ്തുകൊണ്ട് ആ കമ്പനിയിൽ ഒരു പാർട്ട് ഓഫ് എന്താണ് ഷെയർ വിൽക്കുന്നതിനെ എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഡി റിസർവേഷൻ, ബി ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, സി ഡിവാലുവേഷൻ, ഡി ഇൻവെസ്റ്റ്മെൻറ്റ്. ഏതാണ് റൈറ്റ് ആൻസർ വരുന്നത്? റൈറ്റ് ആൻസർ വരുന്നത് ബി ആണ് അല്ലേ, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് FDI? FDI എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. FDI എന്താണ്? FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ വിച്ച് പ്രൊമോട്ട്സ് ട്രേഡ് ലിബറലൈസേഷൻ ആൻഡ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷനിൽ ഇമ്പോർട്ടൻറ്റ് റോള് ഉള്ള, അതുപോലെ തന്നെ എന്താണ്, ട്രേഡ് ലിബറലൈസേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO, ഡി യുണൈറ്റഡ് നേഷൻസ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കോൺസെപ്റ്റ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ഈസ് അഡ്രസ്സിങ് റീജിയണൽ ഇംബാലൻസസ്. റീജിയണൽ ഇംബാലൻസസിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടാണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളത്. വിച്ച് ഫോളോയിങ് റീജിയൻ റിസീവ്സ് ദിസ് സ്റ്റാറ്റസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏത് റീജിയനാണ് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് ഉള്ളത്? എ സ്റ്റേറ്റ്സ് വിത്ത് ദ ഹയസ്റ്റ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, ബി സ്റ്റേറ്റ്സ് വിത്ത് ഹയസ്റ്റ് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട്, സി എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്, ഡി ഡെവലപ്ഡ് അർബൻ ഏരിയാസ്. ഏത് സ്റ്റേറ്റ്സിനാണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ഇതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, സെറ്റ് നെറ്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള PYQ ഡിസ്കഷൻ സീരീസ് ആണ് നമ്മുടെ ചാനലിലുള്ളത്. എല്ലാവരും അത് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. PSC നടത്തുന്ന സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഉള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ടായിരിക്കും. ആദ്യം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൻ്റെ ക്ലാസ് ആയിരിക്കും ആരംഭിക്കുന്നത്. MCOM, LLB, MBA ഫിനാൻസ്, CA, CMA ഇൻ്റർ പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന പോസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ചാനലിൽ വരുന്ന ക്ലാസ്സുകൾ കാണുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Okay, thank you. By your commerce mentor, Nina.